ഹായ് എവരിവൺ, വേദഗണിതം വേദിക് മാത്സിന്റെ 18ാം അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഈ ഒരു അധ്യായത്തിൽ നമ്മൾ പറയാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേഷൻ വിത്ത് സീരീസ് ഓഫ് 11ൽ വരുന്ന ഒരു സബ് പാർട്ടാണ്. അതായത് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 11 പഠിച്ചതാണ്. അതിന്റെ കൂടെ തന്നെ വരുന്നതാണ് 111, അതുപോലെ 1111, അങ്ങനെയുള്ള നമ്പേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു മെത്തേഡിൽ എങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ഈസി ആയിട്ട് എഴുതാം, അതിന്റെ ആൻസർ ഒക്കെ എങ്ങനെ ഈസി ആയിട്ട് എഴുതാം എന്നുള്ളതിന്റെ ഒരു ടെക്നിക്കാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പൊ ഇതില് 111 ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അതുപോലെ 1111 അല്ലെങ്കിൽ അതുപോലെ ഏത് നമ്പർ വന്നു കഴിഞ്ഞാലും ഒരുപാട് വൺസ് വന്നു കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ഏത് രീതിയിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്ന നമ്പർ 1325 ഇൻറ്റു 111 ആണ്. ഇതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ നമുക്കറിയാം. ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണമെങ്കിൽ നോർമൽ മെത്തേഡില് നമ്മൾ എങ്ങനെ ചെയ്യും? 3 സ്റ്റെപ്പായിട്ട് മൾട്ടിപ്ലിക്കേഷൻ എഴുതുന്നു, അത് ആഡ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കുന്നു. ഇവിടെ നമ്മൾ 11ന്റെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത ഫോർമുല തന്നെയാണ്, പക്ഷെ അതിൽ കുറച്ച് ഒരു ചെറിയൊരു മാറ്റം വേണം. അപ്പൊ അവിടെ അത് യൂസ് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ, അത് ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ അത് ഡയറക്റ്റ് ആയിട്ട് കാണിക്കുകയാണ് എന്താണ് ഇതിലെ മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ 3 വൺസ് ആണുള്ളത് അല്ലെ, 3 വണ്ണുകളാണുള്ളത്. അപ്പൊ ഈ 3 വൺസുകൾ ഉണ്ടെങ്കിലോ അല്ലെ, 3 വൺസ് ഉണ്ടെങ്കിലോ എന്ത് ചെയ്യണം? റൈറ്റ് ഹാൻഡ് സൈഡിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും നമ്പറിന്റെ റൈറ്റിലും ലെഫ്റ്റിലും 2 സീറോ വീതം ആഡ് ചെയ്യും. ഓക്കെ, ഇവിടെയും 2 സീറോ, ഇവിടെയും 2 സീറോ വീതം ആഡ് ചെയ്യുക. എന്നിട്ട് അടുത്തടുത്ത 3 ഡിജിറ്റുകൾ തമ്മിൽ ആഡ് ചെയ്യുക. ചെയ്യുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ 111 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് എന്താണ്? 3 വൺസ് ഉള്ളത് കൊണ്ട് റൈറ്റ് ഹാൻഡ് സൈഡിൽ 2 സീറോ ആഡ് ചെയ്യുന്നു, അതുപോലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും 2 സീറോ ആഡ് ചെയ്യും. ഓക്കെ, ഇനി ചെയ്യുന്നത് അഡ്ജസന്റ് ആയിട്ടുള്ള 3 ഡിജിറ്റുകളുടെ സം എഴുതുക, അതായിരിക്കും ഇതിന്റെ ആൻസർ. അത്രയേ ഉള്ളൂ. അപ്പൊ അഡ്ജസന്റ് ആയിട്ടുള്ള 3 ഡിജിറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ 1 2 3 ഈ 3 ഡിജിറ്റിന്റെയും സം 0 + 0 + 5 എന്ന് പറയുന്നത് 5 ആണ്. അത് കഴിഞ്ഞിട്ട് ഒരു ലാസ്റ്റ് ഒരു സീറോ ക്യാൻസൽ ചെയ്യുന്നു. ഇനി അടുത്ത 3 ഡിജിറ്റ് 0 5 2 ആണ്. 0 + 5 + 2 എന്ന് പറയുന്നത് 7 ആണ്. 7 എഴുതി, ഒരു സീറോ കൂടെ ക്യാൻസൽ ചെയ്യുന്നു. അടുത്ത 3 ഡിജിറ്റ് എന്ന് പറയുന്നത് 5 + 2 + 3 ആണ് അല്ലെ. 5 + 2 7, 7 + 3 10 ആണ്. സീറോ എഴുതുന്നു, ബാലൻസ് 1 ഉണ്ട്, മറന്നുപോയി. അടുത്തത് 5 നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. അടുത്ത 3 ഡിജിറ്റ് 2 3 1 ആണ്. 2 3 1 6 ആണ് അല്ലെ. 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 6 ആണ്. ഒരു ബാലൻസ് 1 ഉണ്ട്, 7 കിട്ടും. 7 ഇവിടെ എഴുതി. നമ്മൾ എന്ത് ചെയ്യുന്നു? 1 ക്യാൻസൽ ചെയ്യുന്നു, സോറി ഈ 2 ക്യാൻസൽ ചെയ്യുന്നു, ഇവിടെയുള്ള 1 ക്യാൻസൽ ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്ത 3 ഡിജിറ്റ് എന്ന് പറയുന്നത് 3 + 1 + 0 ആണ്. 3 + 1 + 0 എന്ന് പറയുന്നത് 4 കിട്ടും. അവിടെ 3 നമുക്ക് ക്യാൻസൽ ചെയ്യാം. അടുത്ത 3 ഡിജിറ്റ് എന്ന് പറയുന്നത് 1 + 0 + 0 ആണ്. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടും. ആൻസർ എന്ന് പറയുന്നത് ഇതാണ്. മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ ഇതായിരിക്കും. ഓക്കെ, ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ ഇതൊരു അഡീഷൻ മെത്തേഡിലാണ് നമ്മൾ ഈ മൾട്ടിപ്ലിക്കേഷൻ ഫോളോ ചെയ്ത് കൊണ്ടുപോകുന്നത്. അതാണ് ഇതിന്റെ അല്ലെ ഒരു മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ അഡീഷനിലേക്ക് മാറ്റുമ്പോൾ കുറച്ചുകൂടി സിമ്പിൾ ആവുകയാണ് ആൻസർ കണ്ടുപിടിക്കുക എന്നുള്ളത്. ഒരു എക്സാമ്പിൾ കൂടെ ചെയ്തിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മൾ 111 ആണ് എടുത്തത്. നമുക്ക് ഒരു നമ്പർ കൂടെ കൂടി 1111 ചെയ്ത് നോക്കാം. ഒരു എക്സാമ്പിൾ എടുക്കാം. 2 3 1 4 5 ഓക്കെ ഇൻറ്റു 1 1 1 1. ഇതാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. നമുക്കറിയാം, ചെയ്യുവാണെങ്കിൽ നോർമൽ മെത്തേഡ് ചെയ്യുവാണെങ്കിൽ 4 സ്റ്റെപ്പ് വരുന്നു. അത് കഴിഞ്ഞിട്ട് ആൻസർ ആഡ് ചെയ്തിട്ട് ആൻസർ ചെയ്യുന്നു. ഇവിടെ അതൊന്നും ചെയ്യുന്നില്ല, നേരിട്ട് എന്ത് ചെയ്യുന്നു? 4 വൺസ് ആണുള്ളത് അല്ലെ. 1111ൽ 4 വൺസ് ഉണ്ട്. അപ്പൊ റൈറ്റ് ഹാൻഡ് സൈഡിൽ 3 സീറോസും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 3 സീറോസും ഓർമ്മിച്ച് വെക്കുക. 4 വൺസ് ആകുമ്പോൾ 3 0 3 0. ഓക്കെ, ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? 3 0 നമ്മൾ എഴുതുന്നു. ഇവിടെയും അതുപോലെ 3 0 എഴുതുന്നു. അല്ലാതെയും ചെയ്യാം, പക്ഷെ ഇങ്ങനെ എഴുതുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വലിയ മിസ്റ്റേക്ക് വരാതെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? 4 വൺസ് ആയിരുന്നു ഉണ്ടായിരുന്നത്, അതുകൊണ്ട് 4 ഡിജിറ്റുകൾ ആഡ് ചെയ്യണം. നേരത്തെ 3 വൺസ് ആയതുകൊണ്ട് 3 ഡിജിറ്റ് ആഡ് ചെയ്യുന്നു. 4 വൺസ് ഉള്ളത് കൊണ്ട് 4 ഡിജിറ്റ് ആഡ് ചെയ്യാം. അപ്പൊ 4 ഡിജിറ്റ് ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 0 + 0 + 0 + 5 അല്ലെ. അടുത്ത ഫസ്റ്റ് 4 ഡിജിറ്റുകൾ എന്ന് പറയുന്നത് 0യും 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 5 ആണ്. അപ്പൊ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം 5 ആണ് ആൻസർ കിട്ടുന്നത്. നേരത്തെ ചെയ്തതുപോലെ ഒരു നമ്പർ ക്യാൻസൽ ചെയ്യാം. അടുത്ത 4 ഡിജിറ്റ് 0 0 5 4 അല്ലെ. 5 + 4 9 ആണ്. 9 എഴുതുന്നു, ഒരു 0 കൂടെ ക്യാൻസൽ ചെയ്യും. അടുത്ത 4 0 + 5 + 4 + 1 5 + 4 + 1 വരുമ്പോൾ 10 കിട്ടും. 0 എഴുതുന്നു, 1 നമ്മൾ ബാലൻസ് വെക്കും. ഓക്കെ,
ഇവിടെ 0 ക്യാൻസൽ ചെയ്തു. അടുത്തത് 5 + 4 + 1 + 3 ആണ്. 5 + 4 9 + 1 10, 10 + 3 എന്ന് പറയുന്നത് 13 ആണ്. 13 + 1 14 കിട്ടും. 4 എഴുതി. വീണ്ടും എന്ത് ചെയ്തു? 1 ബാലൻസ് ഉണ്ട്. ഒരു 5 നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. അടുത്ത 4 ഡിജിറ്റ് 4 + 1 5, 5 + 3 8, 8 + 2 10, 10 + 1 11 അല്ലെ. അവിടെ പിന്നെ എന്ത് ചെയ്യുന്നു? 1 ബാലൻസ് വരുന്നു. നമ്മൾ 4 ക്യാൻസൽ ചെയ്യുന്നു. അടുത്തത് 1 + 3 + 2 + 0 ആണ്. 1 + 3 എന്ന് പറയുന്നത് 4, 4 + 2 എന്ന് പറയുന്നത് 6, 6 + 0 6 തന്നെയാണ്. ഇവിടെ ബാക്കിയുള്ള 1 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് 7 കിട്ടും. ഓക്കെ, നമുക്ക് ഈ 1 ആഡ് ക്യാൻസൽ ചെയ്യാം. ബാക്കിയുള്ള 4 ഡിജിറ്റ് എന്ന് പറയുന്നത് ഇതാണ്. 3 + 2 + 0 + 0 3 + 2 5 കിട്ടും അല്ലെ. 3 ക്യാൻസൽ ചെയ്യും. അടുത്തത് 2 + 0 + 0 + 0 എന്ന് പറയുന്നത് 2 തന്നെയാണ്. 2 എഴുതി. ആൻസർ കംപ്ലീറ്റ് ആയി അല്ലെ. ഇവിടെയുള്ള പ്രത്യേകത എന്ന് പറയുന്നതിൽ മിസ്റ്റേക്ക് വരില്ല. കാരണം അഡീഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. അഡീഷനിൽ വലിയ മിസ്റ്റേക്കുകൾ കുട്ടികളായാലും ആരായാലും വരത്തില്ല. അതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മൾട്ടിപ്ലിക്കേഷനിൽ സീരീസ് ഓഫ് 1 നമ്മൾ ഫോളോ ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയെ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ.